ഹലോ, നമ്മൾ ജെയ്മീൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇന്നലെ 6ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുള്ളത്. 6ആണ്. യെസ്, ഇത് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ 3ാമത്തെ പേപ്പറാണ് കേട്ടോ. 8th മോർണിംഗിൽ ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ ഗ്രേറ്റർ ദാൻ 0 ലെറ്റ് ദ കർവ്സ് C1 is equal to y square is equal to a square ax and C2 is x square is equal to ay intersect origin and at a point P. Let the line x is equal to b എന്ന് പറഞ്ഞാൽ 0 a ഇടയ്ക്കുള്ളത്. Intersect the chord OP and the x-axis at points Q and R respectively. If the line x is equal to b bisects the area bounded by the curve C1 and C2 and the area of triangle OQR is equal to half, then A satisfies the equation. ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ ലെങ്തി ആണെന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കേവ് ഉണ്ട്. ഒന്ന് പാരാബോള ഓപ്പണിംഗ് അപ്വേർഡ്സും വരുന്നത് പാരാബോള ഓപ്പണിംഗ് ഡൗൺവേർഡ്സും ആണ്. ഇതാ ഇത് O, ഇത് P. OP. ഓക്കെ, ഇനി O എന്ന് പറയുന്നത് 0 0 എന്ന് പെട്ടെന്ന് കിട്ടി. B കിട്ടാൻ വിഷമമില്ല. എന്താണ് y സ്ക്വയർ ഇസ് ഇക്വൽ ടു AXഉം x സ്ക്വയർ ഇസ് ഇക്വൽ ടു AY കൂടി സോൾവ് ചെയ്യാൻ വേണ്ട. അപ്പോൾ y പവർ 4 ഇസ് ഈക്വൽ ടു a സ്ക്വയർ x സ്ക്വയർ AY ആണല്ലോ. അപ്പോൾ a സ്ക്വയർ AY. അപ്പോൾ y പവർ 4 ഇസ് ഈക്വൽ ടു a ക്യൂബ് y. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി? y ഇസ് ഈക്വൽ ടു 0യും കിട്ടി, y ഇസ് ഈക്വൽ ടു എയും കിട്ടി. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി x 0 x ഇസ് ഈക്വൽ ടു a ആണ്. അപ്പോൾ ഇത് ഈ പോയിന്റ് a, a ആണെന്ന് മനസ്സിലായി. ഒബ്വിയസ്ലി സിമെട്രി നമുക്കത് മനസ്സിലാവേണ്ടതാണ് പെട്ടെന്ന്. a, a ആണ്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ലൈൻ x ഇസ് ഈക്വൽ ടു b അത് ഇന്റർസെക്ട്സ് ദ കോഡ് OP ആൻഡ് x ആക്സിസ്. ഇവിടെ Q എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഇവിടെ R എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. B കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് തന്നിട്ടുണ്ട്? ട്രയാങ്കിൾ OQRൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫിഗർ ഇത്തിരി കൂടി വൃത്തിയിൽ ഫിഗർ വരയ്ക്കാം നമുക്ക്. ഇതാ 2 പാരാബോളകളുണ്ട്. ഈ 2 പാരാബോളകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ ഒയും പിയും ആണ്. O എന്താണെന്ന് നമ്മൾ അറിയാം, 0 0 ആണ്. P എന്താണ്? a, a ആണ്. ഓക്കെ, അപ്പോൾ OP എന്ന് പറയുന്നത് ലൈൻ y ഇസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞ ലൈനാണ്. x ഇസ് ഈക്വൽ ടു b എന്ന് പറഞ്ഞ ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. Q എന്ന് പറയുന്നത് ഇതിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ b, b ആണിത്. R എന്ന് പറഞ്ഞ സാധനം b, 0 ആണ്. ഇനി അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ട്രയാങ്കിൾ OQR ഇസ് ഈക്വൽ ടു ഹാഫ്. ട്രയാങ്കിൾ OQRൻ്റെ ഏരിയ, ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ OQR. സോറി ട്രയാങ്കിൾ OQRൻ്റെ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ്. അപ്പോൾ B തരണതിന് പകരം അവർ വളച്ച് കെട്ടി തന്നതാണ്, വേറെ ഒന്നല്ല. അതിൻ്റെ ഏരിയ എന്താ പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ഹാഫ്. അപ്പോൾ B ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 1 വരും. പക്ഷേ B എന്തെങ്കിലും 0 a ഇടയ്ക്കുള്ള വാല്യൂ ആണ്, 1 ആണെന്ന് കിട്ടി. പ്രശ്നമില്ലല്ലോ. ഇനി അവർ പറഞ്ഞത് എന്താണെന്നറിയോ? x ഇസ് ഈക്വൽ ടു B എന്ന് പറഞ്ഞ ലൈൻ ഈ മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇതാ ഈ 2 ഷെയ്ഡും ഉണ്ട് കേട്ടോ, ബ്ലാക്ക് ഷെയ്ഡും റെഡ് ഷെയ്ഡും ഏരിയകൾ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ബ്ലാക്ക് ഷെയ്ഡും റെഡ് ഷെയ്ഡും ഈക്വൽ ഏരിയ ആണെന്നാണ് അവർ പറയുന്നത്. ബ്ലാക്ക് ഷെയ്ഡും റെഡ് ഷെയ്ഡും ഈക്വൽ ഏരിയ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കെന്താ മനസ്സിലായത്? മൊത്തം ഏരിയയുടെ പകുതി ആയിരിക്കും എന്ത്? 0 മുതൽ B വരെയുള്ള ഏരിയ. 0 മുതൽ B വരെയുള്ളതാണ് 0 മുതൽ 1 വരെയുള്ള ഏരിയ. B കാരണം 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ആ ഇക്വേഷൻ എഴുതി ആൻസറായി. ഓക്കെ, മൊത്തം ഏരിയ അപ്പോൾ കണ്ടുപിടിക്കണം. മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇൻ്റഗ്രൽ 0 to a, ഇൻ്റഗ്രൽ 0 to a, മേലത്തെ കർവ് √a√x മൈനസ് താഴത്തെ കർവ് x² dx. സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി √a ഇൻറ്റു a⁵ മൈനസ് 1/a ഇൻറ്റു a³/3. അപ്പോൾ ദിസ് ബിക്കംസ് 2/3a² മൈനസ് 1/3a², 1/3a². 1/3a² ആണ് മൊത്തം ഈ രണ്ട് പരാബോളകളുടെ ഇടയിലുള്ള ഏരിയ. 1/3a² ആണ് രണ്ട് പരാബോളകളുടെ ഇടയിലുള്ള ഏരിയ. ഓക്കെ, ഈ ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചോളൂ. രണ്ട് പാരാബോളകൾ തന്നിരിക്കുക. y² = 4ax x² = 4by തമ്മെന്ന് വിചാരിച്ചു. ഇത് തമ്മിലുണ്ടാക്കുന്ന ഏരിയ 4a × 4b ഡിവൈഡഡ് ബൈ 3 ആണ്. 4a × 4b ഡിവൈഡഡ് ബൈ 3 ആണ് ഈ ഏരിയ, ഇത് തമ്മിലുണ്ടാക്കുന്ന ഏരിയ. അപ്പോൾ ഈ കേസിൽ അതേപോലെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, a × a/3, a²/3. ഈ കോഎഫിഷ്യൻ്റ് പ്രോഡക്റ്റ് ബൈ 3. ഫൈൻ. അപ്പോൾ ഇനി ഇതിലെ കാര്യം മനസ്സിലായി. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യണ്ട. ഇവിടെ മുതൽ ഇവിടം വരെ ഈക്വൽ ടു ഇവിടം മുതൽ ഇവിടം വരെ എന്നല്ല ഞാൻ എഴുതാൻ പോണത്. എളുപ്പത്തിന് എന്താ ചെയ്യാൻ പോണത്? ഇവിടെ മുതൽ ഇവിടം വരെ, അതായത് 0 മുതൽ 1 വരെയുള്ള ഏരിയ ഹാഫ് ഓഫ് a²/3 ആയിരിക്കും. അങ്ങനെ ഞാൻ എഴുതാൻ പോണേ കേട്ടോ. അപ്പോൾ ഒരു ഇൻ്റഗ്രൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 0 മുതൽ 1 വരെയുള്ള ഏരിയ ഹാഫ് ഓഫ് a²/3. അപ്പോൾ ആ എക്സ്പ്രഷൻ എന്താണെന്ന് എഴുതാം നമുക്ക്. ഇൻ്റഗ്രൽ 0 to b, b എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. മേലത്തെ കഴിവ് √a√x മൈനസ് x²/a dx എന്താ പറയുന്നത്? ഹാഫ് ഓഫ് a²/3. പിന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ആൻസറായി. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താ വരാമാണ്? √a × 2/3 മൈനസ് 1/a × 1/3 ഇസ് ഈക്വൽ ടു a²/6. അപ്പോൾ a സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊന്നല്ല. ഒരു 6th ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ 6th ഡിഗ്രി ഇക്വേഷൻ ആക്കിയിട്ട് തന്നെ മാറ്റി എഴുതണം. അത്രേ ഉള്ളൂ. 6th ഡിഗ്രി ഇക്വേഷനായിട്ട് തന്നെ മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് 2a കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4a √a 6a കൊണ്ട് ഇട്ടാൽ മൾട്ടിപ്ലൈ ചെയ്യാം. കോമൺ ഡിനോമിനേറ്റർ 6a ആണ്. 6a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4a √a മൈനസ് 2 is equal to a³. 4a √a minus 2 is equal to a³. അപ്പോൾ a³ പ്ലസ് 2ൻ്റെ സ്ക്വയർ എടുക്കുക. അതായിരിക്കും 4a √a സ്ക്വയർ. റൂട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ a⁴ പ്ലസ് 4a³ പ്ലസ് 4 is equal to 16a³. അപ്പോൾ a⁴ മൈനസ് 12a³ പ്ലസ് 4 is equal to 0. a⁴ മൈനസ് 12a³ പ്ലസ് 4 is equal to 0. a⁴ മൈനസ് 12a³ പ്ലസ് 4 is equal to 0.
ഇപ്പോൾ ഓപ്ഷൻ ഏതാണെന്ന് പറഞ്ഞേ, ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എയുടെ ടേംസിലല്ല, അവർ സാറ്റിസ്ഫൈസ് ആൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. a power 6 minus 12a cube plus 4 is equal to 0. A is the correct answer. Yes, next question. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഏതാ? ക്വസ്റ്റ്യൻ നമ്പർ 7 അല്ലേ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ. The inverse function of f of x is equal to 8 raised to 2x minus 8 raised to minus 2x by 8 raised to 2x plus 8 raised to minus 2x is. ചെയ്തൊന്ന് ആൻസർ പറഞ്ഞ വേഗം. ഏതാണ് അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ? ഓക്കെ, നമുക്ക് ഇതിനെ y എന്നങ്ങോട്ട് വിളിച്ചാൽ f of x is equal to 8 raised to 2x minus 8 raised to minus 2x by 8 raised to 2x plus 8 raised to minus 2x is equal to y എന്ന് വിളിച്ചാൽ g ആണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എങ്കിൽ, g of x ആണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എങ്കിൽ, g ആണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എങ്കിൽ നമുക്കറിയാം g of y ആയിരിക്കും എന്ത്, അല്ലെ g of f of x, g of f of x ആയിരിക്കും x. ഇപ്പോൾ g of y ആയിരിക്കും എന്ത്, x, g of y ആയിരിക്കും x. അപ്പോൾ g കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം, എക്സിന് ഇൻ ടേംസ് ഓഫ് y ആക്കി എഴുതണം. എക്സിന് ഇൻ ടേംസ് ഓഫ് y ആക്കി എഴുതിയാൽ g കിട്ടും. എക്സിന് ഇൻ ടേംസ് ഓഫ് y. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്, 8 raised to 2x minus 8 raised to minus 2x by 8 raised to 2x plus 8 raised to minus 2x. അപ്പോൾ ഇത് ബേസിക്കലി ഇങ്ങനെയാണ്, 64 minus x, സോറി 64 plus x, 64 raised to x minus 64 raised to minus x by 64 raised to x plus 64 raised to minus x. അഥവാ y is equal to 64 raised to 2x minus 1 by 64 raised to 2x plus 1. കോമ്പണൻ്റോ ഡിവിഡൻ്റ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കോമ്പണൻ്റോ ഡിവിഡൻ്റ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. y is equal to 64 raised to 2x minus 1 by 64 raised to 2x plus 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോണേ, 64 raised to 2xy plus y is equal to 64 raised to 2x minus 1. അപ്പോൾ 64 raised to 2x into y minus 1 is equal to minus 1 minus y. 64 raised to 2x is equal to y plus 1 plus y by 1 minus y. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ലോഗരിതം എടുക്കാം. ലോഗരിതം എടുക്കുമ്പോൾ 2x is equal to logarithm of 1 plus y by 1 minus y to the base 64. അപ്പോൾ x is equal to half logarithm of 1 plus y by 1 minus y to the base 64. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാൻ പോകുന്നത്, എക്സിന് എന്തെന്നാ കിട്ടിയത് നമുക്ക്, g of y. g of y. ഇപ്പോൾ g എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടി. g is a function such that g of y is half log 1 plus y by 1 minus y to the base 64. ഇനി ഓപ്ഷൻ മാച്ച് ചെയ്താൽ മതി. ഓപ്ഷൻ മാച്ച് ചെയ്തിട്ടൊന്ന് എഴുതാം.
ഇതുവരെ ഓക്കെ അല്ലേ? പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. യെസ്. സോ നമുക്ക് ഒറിജിനൽ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയിട്ട് ഓപ്ഷൻ പരിശോധിക്കാം. നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ജി ഓഫ് എക്സ് എങ്ങനെ വരണം? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 log 1 plus x by 1 minus x 1 plus x by 1 minus x to the base 64. y എങ്ങനെ എക്സ് ആയെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഇവിടെ ജി ഓഫ് വൈ ആണിത്. ഞാൻ ജി ഓഫ് എക്സ് ആക്കി എഴുതി, അത്രേ ഉള്ളൂ. അപ്പോൾ നാച്ചുറൽ ലോഗരിതമാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നാച്ചുറൽ ലോഗരിതമാക്കി മാറ്റാം. 1/2 1 by log natural 64 log 1 plus x by 1 minus x. log e to the base of 8 ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് 1/2 1 by log 64 എന്ന് പറയുമ്പോൾ 2 log 8 log 1 plus x by 1 minus x. അപ്പോൾ ലോഗ് നാച്ചുറൽ 8നെ എന്താണ്? ലോഗ് ഇ ടു ദ ബേസ് 8 എന്ന് എഴുതാം, തിരിച്ചെഴുതാം. അപ്പോൾ ആൻസർ എന്തായി? 1/4 ലോഗ് ഇ ടു ദ ബേസ് 8 ഇൻറ്റു ലോഗ് നാച്ചുറൽ 1 plus x by 1 minus x. ഇങ്ങനത്തെ ആൻസർ ഉണ്ട്. ഇതാ 1/4 log e to the base 8 log natural 1 plus x by 1 minus x. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പത്തല്ലേ നമുക്കടുത്ത്? 10 ആണോ? 10 അല്ലേ? 9ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3x² plus 2 by 7x² plus 2 whole raised to 1 by x². അപ്പോൾ എക്സിന് 0 എടുക്കുമ്പോൾ ഇത് 1 raised to infinity ഫോം ആണ്. 1 raised to infinity ഫോം. 1 raised to infinity ഫോം അറിയണം. ലിമിറ്റ് ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു a fx raised to gx 1 raised to infinity ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും. e raised to limit x tends to a fx minus 1 into gx ആയിരിക്കും. e raised to limit x tends to a fx minus 1 into gx. Okay, so the answer is e raised to limit x tends to 0 3x² plus 2 by 7x² plus 2 minus 1 into gx എന്ന് പറയുന്നത് 1 by x². 1 by x². So this is e raised to limit x tends to 0. ഇവിടെ എന്താ വരാൻ പോണത്? 7x² plus 2 ന്യൂമറേറ്ററിൽ വരാൻ പോണത് -4x² ഇൻറ്റു 1 by x². അപ്പോൾ x² ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ഇനി എക്സിന് 0 എടുക്കുമ്പോൾ ആൻസർ വരാൻ പോണത് e raised to -4/2 അഥവാ e raised to -2. e raised to -2 is the answer. e raised to -2 ഉണ്ടോ? യെസ്, 1 by e².
സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഒറിജിനൽ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ റെക്ടിഫൈ ചെയ്തിട്ടാണ് പറയുന്ന ക്വസ്റ്റ്യൻ. f of x is equal to sin of tan inverse of x plus sin of cot inverse x the whole square minus 1, x greater than 1. dy by dx is half d by dx of sin inverse of f of x. y of root 3 pi by 6. അങ്ങനെയാണെങ്കിൽ y of minus root 3 എന്താ? ബേസിക്കലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ തീറ്റ എന്ന് വിളിക്കുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ തീറ്റ എന്ന് വിളിക്കുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു 1 to infinity ആയതുകൊണ്ട് തീറ്റ ബിലോങ്സ് ടു ഉടനെ എഴുതി വയ്ക്കുക π/4 to π/2. π/4 to π/2 ആവശ്യമുണ്ടാവും. എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ഫസ്റ്റത്തെ എക്സ്പ്രഷൻ എന്തായി മാറി? സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് സൈൻ തീറ്റയായി മാറി. സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞത് π/2 മൈനസ് തീറ്റ. π/2 മൈനസ് തീറ്റ. അപ്പോൾ സൈൻ ഓഫ് π/2 മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 1. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 1. സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ 1 ആണ്, അത് ക്യാൻസൽ ആയി പോയി. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റയായി മാറി. അപ്പോൾ സൈൻ 2 തീറ്റ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 2 tan തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അഥവാ 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് കിട്ടി. 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി അവർ പറയണത് എന്താണ്? എഫ് ഓഫ് എക്സ് കിട്ടി 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി അവരെന്തോ പുതിയ വൈനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? dy by dx is equal to half of d by dx of sin inverse of f of x. അപ്പോൾ sin inverse of 2x by 1 minus x square. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് ഈ സാധനം എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റയാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റയാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 തീറ്റയുടെ റേഞ്ച് നോക്കുക. 2 തീറ്റയുടെ റേഞ്ച് എന്താണ്? π/2 to π ആണ്. π/2 to π ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ 2 തീറ്റ ബിലോങ്സ് ടു π/2 to π ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ല. അപ്പോൾ ഇതിനെ 2 തീറ്റ എന്ന് എഴുതാൻ പറ്റില്ല. ഇതിനെ മോഡിഫൈ ചെയ്ത് എഴുതണം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് π-2 തീറ്റ എന്ന് എഴുതാം. അപ്പോൾ π-2 തീറ്റ ഏത് റേഞ്ചിലായിരിക്കും? π-2 തീറ്റ എന്ന് പറയുന്ന സാധനം -π/2 to 0 അത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ടതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്ന് പറയുന്ന സാധനം എന്തായി മാറി? π-2 തീറ്റയായി, അഥവാ π-2 tan ഇൻവേഴ്സ് എക്സ് ആയി. π-2 tan ഇൻവേഴ്സ് എക്സ് ആയി. So this is half of d by dx of
pi minus 2 tan inverse x. Pi minus 2 tan inverse x അഥവാ minus 1 by 1 plus x square ആണ് dy by dx. dy by dx is minus 1 by 1 plus x square. ഇതുവരെ കിട്ടി. ഓക്കെ, ഇതുവരെ കിട്ടിയല്ലോ, പ്രശ്നമില്ലല്ലോ. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി എന്താണ്? അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയിട്ട് y ഓഫ് റൂട്ട് 3 പൈ ബൈ 6. അപ്പോൾ dy by dx is equal to minus 1 by 1 plus x square. Y of root 3 is equal to pi by 6. അപ്പോൾ മനസ്സിലായി ഇത് എന്താണ്? y is equal to cot inverse of x plus some constant ആണ്. x is equal to pi by 6 കൊടുക്കുമ്പോൾ ഇത് റൂട്ട് 3 ആണ്, ഇത് റൂട്ട് 3 ആണ്. അപ്പോൾ k വാല്യൂ എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. അപ്പോൾ y is nothing but cot inverse of x. ഇനി ചോദ്യം ചോദിച്ചിരിക്കുന്നത് y of minus root 3 ആണ്. y of minus root 3 അഥവാ cot inverse of minus root 3. അപ്പോൾ cot inverse of minus root 3 എന്താണെന്നൊന്ന് ആലോചിക്കുക. cot inverse of minus root 3. cot inverse of minus root 3. കോട്ട് പൈ ബൈ 6 ആണ് എന്ത് വരാൻ പോണത്? റൂട്ട് 3 വരാൻ പോണത്. മൈനസ് റൂട്ട് 3 വരാൻ പോണത് ഇപ്പോൾ എത്രയായിരിക്കും? 5 pi by 6. Yes, 5 pi by 6 is the answer. ശരി, ഇപ്പം എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത്? 10. അടുത്ത് 11ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ. If the equation x square plus bx plus 45 is equal to 0 has conjugate complex roots and they satisfy modulus of z plus 1 is equal to 2 root 10. അങ്ങനെയാണെങ്കിൽ ബിയുടെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പറഞ്ഞ വേഗം.
യെസ്, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. സെഡും സെഡ് കോൺജുഗേറ്റും ആണ് അതിൻ്റെ റൂട്ട് എങ്കിൽ സെഡും സെഡ് കോൺജുഗേറ്റും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണിത് കേട്ടോ. ഓഫ് കോഴ്സ് സെഡിന് വരെ സെഡ് കോൺജുഗേറ്റ് കൊടുത്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ശരിയാണ്. അപ്പോൾ മോഡ് z+1 ഇസ് ഈക്വൽ ടു 2√10. മോഡ് എനിക്ക് ഇഷ്ടമില്ല, സ്ക്വയർ ചെയ്യാം. അപ്പോൾ z+1 മോഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വരാൻ പോണത്? 1040. അപ്പോൾ z+1 ഇൻറ്റു z കോൺജുഗേറ്റ് പ്ലസ് 1 ആണത് 40. z ഇൻറ്റു z കോൺജുഗേറ്റ് പ്ലസ് z കോൺജുഗേറ്റ് പ്ലസ് 1 ആണത് 40. ഇതാണ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്, അത് എത്രയാ? 45. ഇതാണ് സം ഓഫ് റൂട്ട്സ്, അത് എത്രയാ? -b പ്ലസ് 1 ഇസ് ഈക്വൽ ടു 40. അപ്പോൾ b ഇസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? 6. b ഇസ് ഈക്വൽ ടു 6. b ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഏതാ കറക്റ്റ് ഓപ്ഷൻ? b² മൈനസ് b ഇസ് ഈക്വൽ ടു 30. സിമ്പിൾ ക്വസ്റ്റ്യൻ. b² മൈനസ് b ഇസ് ഈക്വൽ ടു 30. ശരി, അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. The mean and the standard deviation of 10 observations are 20 and 2 respectively. If each of these 10 observations is multiplied p and then reduced by q, if the new mean and SD become half of the original values, then q is equal to. Each of these 10 observations are multiplied by p and q by p and then reduced by q. The new mean and standard deviation become half their original values. Again simple question. x ആണെന്ന് വിചാരിച്ചോ ആദ്യത്തെ ഒബ്സർവേഷൻ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ. അപ്പം മ്യൂ എക്സ് എന്ന് പറയുന്ന സാധനം 10 ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്ന സാധനം 2 ആണ്. അഥവാ σ² x 4. ഇനി പുതിയൊരു y എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കുക. y എങ്ങനെ ഉണ്ടാക്കണേ? y എന്ന് പറഞ്ഞ വേരിയബിൾ എങ്ങനെ ഉണ്ടാക്കണത്? മൾട്ടിപ്ലൈഡ് ബൈ p. നമ്പർ 10 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൾട്ടിപ്ലൈഡ് ബൈ p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എക്സിനെ ആൻഡ് റെഡ്യൂസ്ഡ് ബൈ q. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്കെയിലിങ്ങും ഷിഫ്റ്റിങ്ങും ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാം. എന്താ സ്കെയിലിങ്ങും ഷിഫ്റ്റിങ്ങും ചെയ്താൽ? സ്കെയിലിങ്ങും ഷിഫ്റ്റിങ്ങും ചെയ്താൽ പുതിയ മ്യൂ y ഈസ് ഗോയിങ് ടു ബി p ടൈംസ് മ്യൂ എക്സ് മൈനസ് q ആയിരിക്കും. പുതിയ σ² y എന്തായിരിക്കും? p² ടൈംസ് σ² x ആയിരിക്കും. അഥവാ സിഗ്മ y എന്ന് പറഞ്ഞ സാധനം മോഡ് p ടൈംസ് സിഗ്മ x ആയിരിക്കും. മോഡ് p ടൈംസ് സിഗ്മ x ആയിരിക്കും. ഇപ്പം ന്യൂ മീൻ ആൻഡ് ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബിക്കം ഹാഫ് ദെയർ ഒറിജിനൽ വാല്യൂസ് എന്നാണ് പറയണത്. ഹാഫ് ദെയർ ഒറിജിനൽ വാല്യൂസ് എന്നാണ് പറയണത്. അപ്പോൾ അവർ തന്നിട്ടുണ്ട് മ്യൂ വൈ എത്രയായി മാറി? മ്യൂ വൈ 5 ആയി മാറിയിട്ടുണ്ട്. സിഗ്മ വൈ എന്തായി മാറിയിട്ടുണ്ട്? 1 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇതും. എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷനെ സ്കെയിൽ ചെയ്തു ഷിഫ്റ്റ് ചെയ്തപ്പോൾ മ്യൂ അതിനനുസരിച്ച് മാറും. പക്ഷേ സിഗ്മ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? സ്കെയിലിങ്ങിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഷിഫ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇവിടെ മോഡുലസ് ഇടാൻ മറക്കരുത് കേട്ടോ. കാരണം സിഗ്മ എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കിയാൽ 5 is equal to 10p minus q. സെക്കൻഡ് ഇക്വേഷൻ എന്തായി മാറി?
sigma y is equal to sigma y is 1 is equal to mod p into sigma x 2. ഓ എഴുതിയ തെറ്റുണ്ട് അല്ലേ? 20 ആണ് കേട്ടോ, ഇവിടെ 20 ആണ്, കറക്റ്റ് ചെയ്യാം 20. അപ്പോൾ ഇവിടെ 10 ആണ് ആവണത് കേട്ടോ, സോറി. അപ്പോൾ 10 is equal to 20p മൈനസ് ഇങ്ങനെയാണ് വരിക കേട്ടോ, സോറി. 10 is equal to 20p minus q. 1 is equal to mod p into 2. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷന് p is equal to പ്ലസ് ഓർ മൈനസ് ഹാഫ് എന്ന് കിട്ടി. p is equal to പ്ലസ് ഓർ മൈനസ് ഹാഫ് കിട്ടി. p is equal to ഹാഫ് ഇതിൽ കൊടുത്താൽ p is equal to ഹാഫ് കൊടുത്താൽ എന്തായി മാറി? q is equal to 0 കിട്ടും. p is equal to മൈനസ് ഹാഫ് കൊടുത്താലോ? p is equal to മൈനസ് ഹാഫ് കൊടുത്താലോ? p is equal to മൈനസ് ഹാഫ് കൊടുക്കുക. അപ്പോൾ -10, അപ്പോൾ q is equal to -20 എന്ന് കിട്ടും. q is equal to -20 എന്ന് കിട്ടും. q is equal to -20 എന്ന് കിട്ടും. -20 ആണ് ആൻസർ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ ഇവിടെ മോഡുലസ് ഇട്ടില്ലെങ്കിൽ തെറ്റും. കാരണം എന്താ? നിങ്ങൾ p മാത്രം എടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ p വാല്യൂ എന്താ കിട്ടാൻ പോണ? ഹാഫാണ്. പക്ഷേ ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതല്ല ആൻസർ, -1/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മുടെ കഴിഞ്ഞത് ഏതാ? 13ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. Question നോക്കിയാൽ if integral cos x dx by sin cube x into 1 plus sin raised to 6 whole raised to 2 by 3 is fx into 1 plus sin raised to 6x whole raised to 1 by lambda plus c, where c is a constant of integration lambda times f of pi by 3 is. ഒന്നുമില്ല, ബേസിക്കലി ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇൻ്റഗ്രൽ cos x dx by, ഞാൻ ഈ 1 plus sin raised to 6xൽ നിന്ന് sin raised to 6x പുറത്തേക്ക് എടുക്കാൻ പോകാം. sin raised to 6x പുറത്തേക്ക് എടുക്കുമ്പോൾ അതെന്തായിട്ടാണ് വരിക? sin raised to 6x whole raised to 2 by 3, അതായത് sin raised to 4x ആണ് പുറത്തേക്ക് വരിക. അപ്പോൾ sin cube x into sin raised to 4x into sin raised to minus 6x plus 1 whole raised to 2 by 3. ഇനി ഈ 1 പ്ലസ് സൈൻ റേസ് ടു മൈനസ് 6x-നെ ടി എന്ന് വിളിക്കാൻ പോകും. അപ്പം -6 ഇൻറ്റു സൈൻ റേസ് ടു -7x ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ആണെന്ത് വരാൻ പോണത്? ഡി ടി. അഥവാ കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 7x ഡി എക്സ് എന്തായി മാറി? ഡി ടി ഡിവൈഡ് ബൈ -6 ആയി. നോക്കുമ്പോൾ അതിവിടെ കാണുന്നുണ്ട്, അതെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കോസ് എക്സ് ഡി എക്സ് ബൈ സൈൻ റേസ് ടു 7x ഡി എക്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്തായെന്ന് അറിയോ? ഡി ടി ഡിവൈഡഡ് ബൈ -6 പിന്നെന്തായി? 1 ബൈ ടി റേസ് ടു 2 by 3. അപ്പോൾ -1/6 ഇൻ്റഗ്രൽ ടി റേസ് ടു -2 by 3 ഡി ടി ആയി. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായി? -1/6 ഇൻറ്റു എന്താണ്? ഇൻ്റഗ്രൽ ടി റേസ് ടു -2 by 3 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു 1/3 by 1/3 പ്ലസ് സി. അപ്പോൾ ദിസ് ഇസ് -1/2 ഇൻറ്റു ടി എന്ന് പറഞ്ഞ സാധനം 1 + 1 ബൈ സൈൻ റേസ് ടു 6x ഹോൾ റേസ് ടു 1/3 പ്ലസ് സി.
അപ്പോൾ ദിസ് ബിക്കംസ് -1/2 ടൈംസ് sin square x into 1 plus sin raised to 6x whole raised to 1/3 plus c. ഇനി സംഭവം ഇതായിട്ട് കമ്പയർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കണത്? 1 plus sin raised to 6x whole raised to 1/λ ഉണ്ട്, f of x ഉണ്ട്. അപ്പോൾ 1/λയിൽ ലാംഡ 3 ആണെന്ന് മനസ്സിലായി. f of x ഇതാ പുറത്ത് കിടക്കുന്ന സാധനം ഏതാ? -1/2 sin square x. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ലാംഡ എഫ് ഓഫ് π/3, ലാംഡ എഫ് ഓഫ് π/3 അഥവാ 3 ടൈംസ് -1/2 സൈൻ സ്ക്വയർ π/3. അപ്പോൾ ദിസ് ബിക്കംസ് 3 ഇൻറ്റു -1/2 ഇൻറ്റു സൈൻ സ്ക്വയർ π/3 എന്ന് പറയുമ്പോൾ 3/4. സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ എന്താ വരാൻ പോണേ? -2. -2 is the answer. -2 ഉണ്ടോ? യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ.